നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മെൻ്റലി സ്ട്രെസ്ഡ് ഹാർദിക് പാണ്ഡ്യ ഈസ് ഡൺ വിത്ത് മുംബൈ ഇന്ത്യൻസ്. ഇന്ന് PTI റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. സീസണിൻ്റെ ഇടയ്ക്ക് വെച്ച് മിഡ് സീസണിൽ വെച്ച് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു, മതി, ഞാൻ നിർത്തുകയാണ്, ഞാൻ മുംബൈ ഇന്ത്യൻസ് വിടുകയാണെന്ന് ഫ്രാഞ്ചൈസിയെ അറിയിച്ചിരുന്നു എന്ന റിപ്പോർട്ട് കൂടി വരുന്നു. PTIയുടെ റിപ്പോർട്ടാണേ. കുഷാൻ സർക്കാർ ഇക്കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇക്കണോമിക് ടൈംസിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സ്പോർട്സ് കീടയിലൊക്കെ ഈ വാർത്തയുണ്ട്. ഇന്ന് ഹാർദിക് ഡിസൈഡഡ് ടു ക്വിറ്റ് മിഡ് സീസണിൻ്റെ പകുതിക്ക് വെച്ച് അദ്ദേഹം പിൻവാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ആ കാര്യം മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നു, മുംബൈ ഇന്ത്യൻസിൻ്റെ മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നു. അദ്ദേഹത്തെ ഏറെ വേദനിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തോട് 100% കമ്മിറ്റ്മെൻറ്റിൽ കളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന അതേ സീനിയർ താരങ്ങൾ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുമ്പോൾ, മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുമ്പോൾ തിരിച്ച് അതുപോലെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയോട് അതേ കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് കാണിക്കുന്നില്ല, ടീമിനോട് കാണിക്കുന്നില്ല. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. നമ്മളെന്തായാലും വാർത്തയിലൂടെ ഒന്ന് പോവുകയാണ്. മെൻ്റലി സ്ട്രെസ്ഡ് ആൻഡ് കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്. അങ്ങനെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ നിലവിലെ അവസ്ഥ. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനോട് പറഞ്ഞു, സീസണിൻ്റെ പകുതിക്ക് വെച്ച് ഞാൻ ഒഴിയുകയാണ്, ഇനി കളിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ട്. നമുക്കറിയാം, 32-കാരനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായി വരുന്നത് 2024 അത് രോഹിത് ശർമ്മയെ റീപ്ലേസ് ചെയ്തുകൊണ്ടായിരുന്നു. പിന്നെ നടന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. വലിയ രൂപത്തിലുള്ള കൂവലും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം ഏറ്റുവാങ്ങി. അങ്ങനെയൊക്കെ പൊരുതി അദ്ദേഹം അവിടെ നിന്നിട്ടും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. സോ PTIയോട് IPLൻ്റെ ഒരു സോഴ്സ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. PTI അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആൻ IPL സോഴ്സ് ടോൾഡ് PTI ഓൺ കണ്ടീഷൻ ഓഫ് അനോണിമിറ്റി. പേര് വെളിപ്പെടുത്താത്ത ഒരു IPL സോഴ്സ് പറഞ്ഞ വിവരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഹാർദിക് മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ബാക്ക് ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഇൻഫാക്റ്റ് പ്ലേ ഓഫ് ഹോപ്പുകൾ ഇല്ലാതായപ്പോൾ, അതായത് ഇനി മുംബൈ ഇന്ത്യൻസ് മുന്നോട്ട് പോവില്ല, പ്ലേ ഓഫ് കയറാൻ പറ്റൂല എന്നായപ്പോൾ ഹാർദിക് അദ്ദേഹത്തിൻ്റെ തീരുമാനം ടീമിനെ അറിയിച്ചിരുന്നു, മാനേജ്മെൻറ്റിനെ അറിയിച്ചിരുന്നു. അദ്ദേഹം അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് അറിയിച്ചിരുന്നു. മനസ്സിലാക്കേണ്ട കാര്യം, ഹാർദിക്കിന് 32 വയസ്സേ ഉള്ളൂ. 2024 30 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ എത്തിയത്. അദ്ദേഹത്തെ കൂവി വിളിച്ചിരുന്നു ആദ്യ വർഷം. ഈ സീസണിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത പോലെയല്ല നീങ്ങിയത്. തീർച്ചയായിട്ടും ഒരു യങ് മാന് താങ്ങാവുന്നതിനപ്പുറമാണ് സംഭവിച്ചത്. കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന് അത്ര എളുപ്പമായിരുന്നില്ല. 2021 അദ്ദേഹം വിട്ടുപോകുമ്പോഴുള്ള ഡ്രസ്സിംഗ് റൂം ആയിരുന്നില്ല അദ്ദേഹം തിരികെ വരുമ്പോൾ മുംബൈ ഇന്ത്യൻസിലുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ സീനിയർ പ്ലേയേഴ്സ് സെയിം പേജിലായിരുന്നില്ല, ഒരേ ലക്ഷ്യത്തിലല്ല പോയിക്കൊണ്ടിരുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും റിസൾട്ട് വരികയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ അതും ആയിരുന്നില്ല. അദ്ദേഹത്തിന് റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ല, ഫ്രസ്ട്രേറ്റഡായിപ്പോയി. വ്യത്യസ്ത ഡയറക്ഷനുകളിലേക്ക് എല്ലാവരും പിടിച്ചു വലിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കാനാണ്? ഒരു പോയിൻറ്റിന് അപ്പുറത്തേക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. സോ ഹാർദിക് ഹാഡ് ഡിസൈഡഡ് മിഡ് സീസൺ ദാറ്റ് ഹി വോണ്ട് ബി പാർട്ട് ഓഫ് മുംബൈ ഇന്ത്യൻസ് നെക്സ്റ്റ് സീസൺ. സീസണിൻ്റെ പകുതിക്ക് വെച്ച് തന്നെ ഹാർദിക് പാണ്ഡ്യ തീരുമാനമെടുത്തിരുന്നു, അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസിൽ ഉണ്ടാവില്ല എന്ന്. ഒരു കാര്യം വളരെ ഷുവറാണ്, ഹീസ് ഡൺ വിത്ത് MI. അത് നമുക്ക് ഓഗസ്റ്റോടു കൂടിയൊക്കെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. അടുത്ത മൂവ് എന്താണ് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരും. അദ്ദേഹം എങ്ങോട്ടേക്ക് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരും. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് അദ്ദേഹം ഇനി ഓപ്ഷനിലേക്ക് പോകുമോ അതല്ല ട്രേഡായിരിക്കുമോ എന്നുള്ളതൊക്കെ അടുത്ത സീസണോടുകൂടി ഓഗസ്റ്റോടു കൂടിയാണ് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും മെൻ്റലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റിയ സ്ഥലമല്ല CSK എന്ന കാര്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുംബൈ ഇന്ത്യൻസിൻ്റെ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും? അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും ഈസിലി അവർക്ക് വെക്കാവുന്ന ഒരാൾ രോഹിത് ശർമ്മയാണ്. രോഹിത്തിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 2027 ഏകദിന വേൾഡ് കപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന IPL സീസണും അതാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ രോഹിത്തിനെ വെക്കുമ്പോൾ ഒരു പിന്തിരിഞ്ഞ് നടത്തമാവും അത്. പിന്നെ എന്തിനാണ് രോഹിത്തിനെ മാറ്റി ഇടയ്ക്ക് ഹാർദിക്കിനെ വെച്ചതെന്നുള്ളൊരു ചോദ്യം ഉയരും.
അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു നീക്കത്തിലേക്ക് അവർ പോകുമോ എന്ന് കണ്ടറിയണം. പിന്നെ ലോങ് ടേമിലേക്കാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിലക് വർമ്മയെ ക്യാപ്റ്റനാക്കുക എന്നുള്ളതായിരിക്കും അവരെടുക്കാൻ പോകുന്നൊരു ഓപ്ഷൻ. പക്ഷേ അതിലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഹാർദിക് ഏതായാലും വളരെ ഹേർട്ടായിട്ടുണ്ട്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൽ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.